അപ്പം അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതെ, നളനെ അന്വേഷിച്ച് പോകാൻ നിൽക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ കാര്യങ്ങൾ ഒരു പദ്യവും 4 വരി ഗദ്യവും ദമയന്തി പറഞ്ഞു. ഇത് നിങ്ങൾ ചെല്ലണ സ്ഥലത്തൊക്കെ ഉറക്കെ വിളിച്ച് പറയുക. 2ഉം 3ഉം പ്രാവശ്യം വേണമെങ്കിൽ അങ്ങനെ വിളിച്ച് പറയുക. എന്നിട്ട് ഇതിന് ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അതെന്നെ വന്ന് അറിയിക്കുക. എന്ത് മറുപടിയെങ്കിലും ആയിക്കോട്ടെ, പോസിറ്റീവ് മറുപടിയോ നെഗറ്റീവ് അതൊന്നും നോക്കണ്ട. ആരെങ്കിലും ഈ വാക്യങ്ങൾ ചൊല്ലി കേട്ട് അതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അത് എന്നോട് വന്ന് പറയുക. അത് മാത്രമല്ല, ഈ പറഞ്ഞ ആള് ആരെങ്കിലും മറുപടി പറഞ്ഞാൽ ആ ആള് സമ്പന്നനാണോ, ധനികനാണോ, അതോ ദരിദ്രനാണോ, അതോ അയാളെ രാജാവാണോ, അയാളെ കുറിച്ചുള്ള ആധാർ കാർഡ്, അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ശേഖരിച്ച് എന്നോട് വന്ന് പറയണം. ഇത് പറയുന്ന കേട്ടാൽ, ഞാൻ പറഞ്ഞ ഈ വാചകങ്ങളുണ്ടല്ലോ, നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഗദ്യപദ്യാത്മകം ആയ വാചകങ്ങൾ കേട്ടാൽ നളന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നളൻ ഇത് കേട്ടാൽ നളൻ്റെ ഹൃദയത്തിലുള്ള ദുഃഖത്തിൻ്റെ അഗ്നി വർദ്ധിക്കുകയും അദ്ദേഹം ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഇത് നിങ്ങൾ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദമയന്തിയുടെ ഈ വാക്ക് കേട്ടതോടുകൂടി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ബ്രാഹ്മണരാളുകളൊക്കെ തന്നെ നാനാദേശങ്ങളിലേക്ക് ഈ നളനെ അന്വേഷിച്ചു പോയി. കുറച്ച് കാലത്തേക്ക് ഒരു വിവരമില്ല. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുടെ പോലെ തന്നെ കുറച്ച് കാലത്തേക്ക് യാതൊരു വിവരവും ഉണ്ടായില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്നു. ഈ പോയ ആളിൽ ഒരു ബ്രാഹ്മണൻ, പർണാദൻ എന്നു പേരായിട്ടൊരു ബ്രാഹ്മണൻ ദമയന്തിയുടെ അടുത്ത് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നളനെ അന്വേഷിച്ച് പല രാജ്യങ്ങളിലും പോയി. എനിക്ക് അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു മറുപടി ഒരാളിൽ നിന്ന് കിട്ടി. അത് കിട്ടിയത് ഋതുപർണൻ്റെ രാജധാനിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചതിന് ശേഷം നളനെ കാർക്കോടകൻ എന്ന സർപ്പം ദംശിക്കുകയും, നാടൻ ഭാഷ പറഞ്ഞപ്പോൾ പാമ്പ് കടിച്ചു, കാർക്കോടകൻ എന്ന് പറഞ്ഞപ്പോൾ പാമ്പ് കടിച്ചു. എന്നിട്ട് നളൻ്റെ രൂപം മാറി വികൃത രൂപമായി, സുന്ദരമായ നളൻ്റെ രൂപം സർപ്പദംശനം ഏറ്റ് വികൃത രൂപമാകുകയും ആ കാർക്കോടകൻ എന്ന പാമ്പ് നളനോട് പറഞ്ഞു, അങ്ങ് അയോധ്യയിൽ പോവുക, അവിടെ ഋതുപർണൻ എന്ന രാജാവുണ്ട്, ആ രാജാവിൻ്റെ തേരാളിയായിട്ട് അവിടെ കൂടിക്കോളോ എന്ന് പറയുകയും 2 വസ്ത്രം കൊടുത്തു നളനെ. അത് ആ വസ്ത്രം ധരിക്കുമ്പോൾ അങ്ങേക്ക് അങ്ങയുടെ രൂപം വീണ്ടും കിട്ടും എന്ന് പറഞ്ഞ് ഈ സർപ്പത്തിൻ്റെ, കാർക്കോടകൻ എന്ന പാമ്പിൻ്റെ വാക്കനുസരിച്ച് നളൻ അയോധ്യയിൽ ചെന്ന് ഋതുപർണ രാജാവിൻ്റെ കൂടെ അവിടെ നിന്നു, അദ്ദേഹത്തിൻ്റെ തേരാളിയായിട്ട് നിന്നു. അപ്പോൾ അവിടെ തന്നെ മുമ്പ് ഋതുപർണൻ്റെ അടുത്ത് തന്നെ നളൻ്റെ മുമ്പത്തെ തേരാളി, നളൻ്റെ നല്ല കാലത്തെ തേരാളി, രാജാവായിരിക്കുന്ന കാലത്തെ തേരാളി അവിടെ ചെന്ന് കൂടിയുണ്ട്. വാർഷ്ണേയൻ എന്നാണ് അയാളുടെ പേര്. ജീവലൻ എന്നും വാർഷ്ണയൻ എന്നും. ഈ വാർഷ്ണയൻ നളൻ്റെ തേരാളിയായിരുന്നു മുമ്പ്. 2 പേരുടെ ചുമതലയിലാണ് ഇപ്പോൾ ഈ ഋതുപർണൻ്റെ അശ്വങ്ങൾ, കുതിരകൾ, അവരുടെ മേലധികാരിയായിട്ട് നളനെ അങ്ങോട്ട് നിയമിച്ചു. ആര്? ഋതുപർണൻ. 10,000 നാണ്യം ശമ്പളവും നിശ്ചയിച്ചു. അപ്പം നളൻ അവിടെ കൂടിയിരിക്കുകയാണ് ബാഹുകൻ എന്ന വേഷത്തിൽ. ഈ വാർഷ്ണയന് ബാഹുകനെ അറിയില്ല, ബാഹുകന് വാർഷ്ണയന്, അതായത് ഇവർ തേരാളിയൊന്നും അറിയില്ല. അവിടെ ചെന്ന് കൂടിക്കുക. അവിടെ ഈ ബ്രാഹ്മണൻ, ഏത് ബ്രാഹ്മണൻ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നളനെ അന്വേഷിക്കാൻ വിട്ട പർണാദൻ എന്ന ബ്രാഹ്മണൻ പല രാജ്യത്തും പോയ ശേഷം ഈ ഋതുപർണൻ്റെ രാജധാനിയിലെത്തി ദമയന്തി പറഞ്ഞ വാക്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എന്ത്? എന്നുടെ വസ്ത്രം പകുതി മുറിച്ചെടുത്ത് എങ്ങുപോയി കാന്താനി എങ്ങുപോയി എന്നൊരു പദ്യവും കുറച്ച് ഗദ്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ രാജധാനിയിൽ ഋതുപർണൻ്റെ സദസ്സിൽ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ട് ചെല്ലി. ഇത്ര ഒരു മറുപടി ഉണ്ടായില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം അദ്ദേഹം രാജാവിൻ്റെ അനുജ്ഞ വാങ്ങി, പെർമിഷൻ വാങ്ങി ആ സഭയിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ അയാളുടെ പിന്നാലെ ഒരാൾ ചെന്നു. ആ ചെന്ന ആളുടെ പേര് ബാഹുകൻ എന്നാണ്. അത് ഈ നളൻ പാമ്പ് കടിച്ചിട്ട് രൂപം മാറിയതാണ്. ഹ്രസ്വബാഹു ആണ്, കയ്യിന് നീളം കുറവാണ്.
അതുപോലെ ആകെ ഒരു നളൻ വികൃത രൂപമായിട്ട് ഒരാൾ ഇതിന് മറുപടിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ പറയാം. എന്താ അയാൾ പറഞ്ഞേ? അയാൾ പറഞ്ഞത് അതിൻ്റെ ചുരുക്കം ഇതാണ്: അത്യാപത്തിൽപ്പെട്ട ഒരു പുരുഷൻ കർത്തവ്യമൂഢനായിട്ട് എന്താ ചെയ്യണ്ടേ എന്ന് അറിയാതെ ഒരു പക്ഷേ പത്നിയെ ഉപേക്ഷിച്ചാൽ അയാളെ കുറ്റം പറയരുത്. കുലസ്ത്രീകൾക്ക് എവിടെയും രക്ഷ കിട്ടും. സ്ത്രീകൾക്ക്, പതിവ്രതകൾക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. അവർക്ക് അവരുടെ പാതിവ്രത്യം കൊണ്ട് സ്വർഗം വരെ കിട്ടും. അവശേഷിച്ച വസ്ത്രം, പാതി വസ്ത്രം കൂടി പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയതറിഞ്ഞ് അയാൾ അപ്പോഴത്തെ ഇഷ്ടത്തിന് ആകെ മനസ്സ് സംഭ്രമിച്ച് ചെയ്തതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തരുത് എന്നൊരു മറുപടി എനിക്ക് കിട്ടി. അപ്പം ഇത് ദമയന്തിയുടെ വനവാസകാലത്ത് നടന്ന സംഭവത്തിൻ്റെ പരോക്ഷമായിട്ടുള്ളൊരു സൂചനയാണ്. അത് ഞാൻ വന്ന് ഭഗവതിയോട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ആര്? പർണാദൻ. അപ്പം ദമയന്തിക്ക് മനസ്സിലായി ഇത് നളനാവോ? ഇപ്പോൾ ഉറപ്പായിട്ടില്ല. ഇങ്ങനെ ഒരു മറുപടി ഇതിന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഏതാണ്ട് യോജിക്കുന്നുണ്ട് ഈ മറുപടികൾ. അതെ. അപ്പോൾ ദമയന്തി പറഞ്ഞു, അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഉടനെ തന്നെ അമ്മ ഈ സുദേവൻ എന്ന് പറഞ്ഞ് നേരത്തെ ദമയന്തി തിരിച്ചറിഞ്ഞൊരു ബ്രാഹ്മണനുണ്ട്, അയാളെ ഇവിടെ വരുത്തുക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അമ്മ ഒരു കാരണവശാലും അച്ഛനെ അറിയിക്കരുത്. എൻ്റെ അച്ഛനെ ഈ കാര്യം അറിയിക്കുകയേ അരുത്. അമ്മ ഉടൻ തന്നെ ഈ സുദേവനെ ഇവിടെ വരാൻ വേണ്ട ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു ദമയന്തി. അതിനുശേഷം ദമയന്തി പർണാദൻ, നളൻ്റെ വിവരം, നളൻ്റേത് പറയാൻ പറ്റില്ല, അയാൾ അയോധ്യ രാജധാനിയിൽ ഋതുപർണൻ്റെ രാജസദസ്സിൽ വെച്ച് അയാൾക്ക് കിട്ടിയ മറുപടി ഉണ്ട്. ദമയന്തി പറഞ്ഞു, കോഡ് ഭാഷ പോലെ ഒരു സാധനം മറുപടി ഉണ്ട്. അതിവിടെ വന്ന് പറഞ്ഞ പർണാദൻ എന്ന ബ്രാഹ്മണന് ദമയന്തി ഇഷ്ടം പോലെ സമ്മാനങ്ങളും ധനമൊക്കെ നൽകി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ്, സാധാരണ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം ഈ സമ്മാനങ്ങൾ സ്വീകരിക്കൂ. നളൻ തിരിച്ചു വന്നതിന് ശേഷം അങ്ങക്ക് കൂടുതൽ സമ്മാനങ്ങൾ തരുന്നതാണ് എന്ന് പറഞ്ഞ് ഈ പർണാദൻ എന്ന ബ്രാഹ്മണനെ അവിടെ നിന്ന് യാത്രയാക്കി. പർണാദൻ പോയപ്പോഴേക്കും മറ്റേ ബ്രാഹ്മണൻ വന്നു. ആര്? സുദേവൻ. സുദേവനാണ് നമ്മൾ കണ്ടു ദമയന്തിയെ അന്വേഷിച്ച് ഏത് രാജ്യത്ത് വെച്ച് ഈ പുരികങ്ങളുടെ നടുക്കുള്ള താമരചിഹ്നം നോക്കി തിരിച്ചറിഞ്ഞ് ഇവിടെ എത്താൻ കാരണമായ ബ്രാഹ്മണനാണ് ഈ സുദേവൻ. ദമയന്തിയുടെ സഹോദരൻ്റെ സഖാവുമാണ്. അപ്പോൾ ദമയന്തി പറഞ്ഞു, സുദേവൻ ഒരു കാര്യം ചെയ്യണം, ഈ എത്രയും പെട്ടെന്ന് അങ്ങ് പക്ഷിയെപ്പോലെ പോകണം എന്നാണ് പറഞ്ഞത്. പറന്ന് പഠിച്ച മനുഷ്യന് പറന്നു പോകാൻ പറ്റില്ലല്ലോ, പക്ഷേ വളരെ സ്പീഡിൽ പോകണമെന്നായിരിക്കാം ഉദ്ദേശിച്ചത്. അങ്ങ് ഉടനെ തന്നെ പക്ഷിയെപ്പോലെ ഋതുപർണൻ്റെ രാജധാനി അയോധ്യയിൽ ചെല്ലുക. രാജധാനി ഋതുപർണൻ്റെ അവിടെ ചെന്നിട്ട് അങ്ങ് ഋതുപർണ രാജാവിനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയണം. അതെന്താ ഞാൻ പറയാൻ പോകുന്നത്? വേറെ ആരും ഇത് അറിയരുത്, അച്ഛനെ ഒന്നും ഒരു കാരണവശാലും അറിയിക്കരുത്. അങ്ങ് പറയേണ്ടത്, അല്ലയോ ഋതുപർണ രാജാവേ, ദമയന്തിക്ക് പുനർസ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു. നാളെയാണ് സ്വയംവരം. ദമയന്തിയെ പിരിഞ്ഞുപോയ നളൻ, അവരുടെ മുൻ ഭർത്താവ്, അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ദമയന്തി മിക്കവാറും രണ്ടാമത്തെ ഭർത്താവിനെ നാളത്തെ സ്വയംവരത്തിൽ വെച്ച് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലയോ ഋതുപർണ മഹാരാജാവേ, അങ്ങ് ആ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും എന്ന് ഈ കാര്യം ഉടനെ തന്നെ സുദേവൻ പക്ഷിയെപ്പോലെ പറന്ന് അയോധ്യ രാജധാനിയിൽ ചെന്ന് ഋതുപർണനോട് ഈ വിവരം പറയണം എന്ന് പറഞ്ഞ് ദമയന്തി അവരെ സുദേവനെ അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ സുദേവൻ ഇതുപോലെ തന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ, എത്ര വേഗത്തിൽ പോകാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഈ ഋതുപർണൻ്റെ രാജധാനിയിൽ എത്തിയിട്ട് ഈ വിവരം അങ്ങോട്ട് പറഞ്ഞു. ഈ വിവരം പറഞ്ഞപ്പോൾ ഋതുപർണന് വലിയ, കാരണം ദമയന്തിയെ രണ്ടാമത് കല്യാണം കഴിച്ചാലും ദമയന്തിയുടെ സ്വയംവരത്തിന് ഇന്ദ്രൻ മുതലായ ദേവകൾ വരെ മോഹിച്ചതാണ്. എന്നിട്ടാണ് നളനെ കല്യാണം കഴിച്ചത്. ആ കഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത്ര സുന്ദരിയായ ദമയന്തി രണ്ടാം കല്യാണം പുനഃസ്വയംവരം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ സ്വയംവരമാണ്. പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആകെ തിക്കും തിരക്കും കൂട്ടി ആരെ? ഈ ഋതുപർണൻ. എന്നിട്ട് തൻ്റെ തേരാളിയായിട്ട് ഇപ്പോൾ നളനാണല്ലോ, ബാഹുകൻ. നളനാന്ന് ഋതുപർണനെ അറിയില്ല. ബാഹുകനെ വിളിച്ചു പറഞ്ഞു, ബാഹുകൻ, ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ദമയന്തിയുടെ പുനഃസ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ട്.